Assalamualaikum kids, this is Ramshida Shahir and welcome to Solve and Solutions in Maths. ഇന്ന് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് 8th സ്റ്റാൻഡേർഡിലെ ഈക്വൽ ട്രയാങ്കിൾസിന്റെ കണ്ടിന്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ അതിലെ പേജ് നമ്പർ 16ലെ 3rd ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ 4th ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 4th ക്വസ്റ്റ്യൻ? In the figure below, M is the midpoint of the line AB. Compute the other two angles of triangle ABC. ഫിഗർ തന്നിട്ടുണ്ട്. ഒരു ട്രയാങ്കിളിനെ കട്ട് ചെയ്തിട്ടുണ്ട്. സി എന്ന് പറയുന്ന ആംഗിളിൽ നിന്നും എ ബി എന്ന് പറയുന്ന ലൈനിലേക്ക് ഒരു ലൈൻ പോയിട്ടുണ്ട്. അത് എം എന്ന് പറയുന്ന ലൈൻ പോയിന്റിലേക്ക് ചെന്ന് മുട്ടിയിരിക്കുന്നു. എം എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി ആണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ട് ദ അതർ ടു ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ ആദ്യം നമ്മൾക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് എന്ന് നോക്കാം. അതർ ടു ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആംഗിൾ എ ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി എന്താ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരിക്കണേ? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ എ ബി. എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് അല്ലേ. ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ബാക്കി രണ്ട് ആംഗിൾസ്, അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം, ആംഗിൾ സി എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ നമുക്ക് തന്ന ക്ലൂ വെച്ചിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസിനെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ട്രയാങ്കിള്? എ എം സി എന്ന് പറഞ്ഞിട്ട് ട്രയാങ്കിളും കാണാൻ പറ്റുന്നുണ്ട്. ബി എം സി എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ട്രയാങ്കിളും കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതിനെ ഫസ്റ്റ് ട്രയാങ്കിൾ എന്നും ഇതിനെ സെക്കൻഡ് ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഏതൊക്കെ ട്രയാങ്കിൾസ്? കൺസിഡർ ട്രയാങ്കിൾസ് ഏതൊക്കെയാ? ട്രയാങ്കിൾ എ എം സി ആൻഡ് ട്രയാങ്കിൾ ബി എം സി അല്ലെ. എങ്ങനെയൊക്കെ നമുക്ക് കാണാം ഇതിനെ? ഇവിടെ എ എം ഈക്വൽ ടു ബി എം ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? മിഡ് പോയിന്റ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എ എം ഇസ് ഈക്വൽ ടു ബി എം ആണ്. റീസൺ ഏതാ? എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി. മിഡ് പോയിന്റ് ഓഫ് എ ബി അല്ലേ. ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ആവുമ്പോ ഇത് ഈക്വൽ ആയെന്ന് മനസ്സിലായി. ഇനി നോക്കിയേ, സി എം ഈക്വൽ ടു സി എം ആണേ അല്ലെ. കാരണം സി എം എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് അല്ലെങ്കിൽ എം സി എന്ന് പറയുന്ന ഈ ഒരു പാർട്ട് എ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളിനും ബി എം സി എന്ന് പറയുന്ന രണ്ട് ട്രയാങ്കിളുകൾക്കും ഈക്വൽ ആണ്, കോമൺ ആണ് ആണല്ലോ. അപ്പൊ സി എം ഈക്വൽ ടു സി എം എന്താണ്? കോമൺ സൈഡ്. ഓക്കെ. ഇങ്ങനെ ആവുമ്പോ ഒന്നുകൂടി നമുക്കറിയാം, ഇവിടെ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആവുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാ അല്ലെ. ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രിയാണ് നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളതാ. അപ്പൊ അവിടെ 90 ഡിഗ്രി ആവുമ്പോ സ്വാഭാവികമായും ഇവിടെ എത്ര തന്നെയാ വരിക? 90 ഡിഗ്രി. ഇനി ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് വെച്ച് നോക്കുമ്പോ തന്നെ നമ്മൾ പഠിച്ച കണ്ടീഷനിലേക്ക്, നമ്മൾ പഠിച്ച പ്രിൻസിപ്പിളിലേക്ക് എത്തിച്ചേരും. എങ്ങനെ? രണ്ട് സൈഡും അവയും തമ്മിൽ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? രണ്ട് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും ഈക്വൽ ആണ്. അവ ഉണ്ടാക്കുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ രണ്ട് സൈഡ് ഏതൊക്കെയാ? എ എമ്മും എം സിയും ബി എമ്മും എം സിയും ഈക്വൽ ആയി. അവ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ഏതാ? 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മറ്റ് രണ്ടു ആംഗിൾസും ഈക്വൽ ആവൂലോ? ആണ് അല്ലേ. അപ്പൊ നമുക്ക് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ബി എന്ന് പറഞ്ഞൂടെ? എന്താണ് പറഞ്ഞത്? രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിലെ എ എമ്മും സെക്കൻഡ് ട്രയാങ്കിളിലെ ബി എമ്മും ഈക്വൽ ആണ്. അതുപോലെ ഫസ്റ്റ് ട്രയാങ്കിളിനും സെക്കൻഡ് ട്രയാങ്കിളിനും കോമൺ ആയിട്ടൊരു സൈഡ് വരുന്നു. ഏത്? സി എം എന്ന് പറയുന്ന സൈഡ്. ഇനി എ എം സി, ആംഗിൾ എ എം സി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി എം സി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതും ഈക്വൽ ആയി. എ എമ്മും സി എമ്മും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ എ എം സി. ബി എമ്മും സി എമ്മും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ
BMC എന്ന് പറയുന്നത് അല്ലെ, അത് 90 ഡിഗ്രിയുമായി. അപ്പൊ രണ്ട് സൈഡ് നമ്മൾ പറഞ്ഞ റൂള്, ഒരു സൈഡ്, രണ്ട് സൈഡ്, പിന്നെ ഒരു ആംഗിളുമാണ് പറയേണ്ടിയിരുന്നത്. അത് ഈക്വൽ ആവുമ്പോൾ അവയിലെ മറ്റെല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെ ആവുമ്പോൾ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആണ്. അപ്പം ഈ ആംഗിളും ഈക്വൽ ആവില്ലേ? അതായത് ആംഗിൾ ബി ഈക്വൽ ടു എന്ത് തന്നെ വന്നു? 50 ഡിഗ്രി തന്നെ വന്നു അല്ലേ? അപ്പം നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്തായി? ആംഗിൾ ബി ഈക്വൽ ടു എത്ര കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. ശരിയല്ലേ? എന്താണ് കാരണം? നീട്ടി വലിച്ചെഴുതണ്ട, ഞാനിപ്പോ പറയുന്നു. നമ്മൾ പഠിച്ച പ്രിൻസിപ്പിളിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. ഇനി ആംഗിൾ സി ആണ് കിട്ടേണ്ടത്. ആംഗിൾ എയും കിട്ടി, ആംഗിൾ ബിയും കിട്ടുമ്പോ നമ്മൾ പഠിച്ച മറ്റൊരു റൂൾ എന്താണ്? നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ളത്, തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എത്രയായിരിക്കും? 180 ഡിഗ്രി ആണ്. അങ്ങനെ ആവുമ്പോ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താ? സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി അല്ലെ? ആംഗിൾ എ എത്രയാണ്? 50 ഡിഗ്രി ആണ് തന്നിട്ടുള്ളതാണ്. ആംഗിൾ ബി 50 ഡിഗ്രി ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ആൻഡ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് 100 പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി. ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പൊ നമുക്ക് കിട്ടാനുള്ള ആംഗിൾ ബിയും ആംഗിൾ സിയും ആണ് നമുക്ക് കാണാനുണ്ടായിരുന്നത്. അതിൽ ആംഗിൾ ബിയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ആംഗിൾ സിയും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ അല്ലേ? മനസ്സിലായില്ല എല്ലാവർക്കും? അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. രണ്ട് ട്രയാങ്കിളായി കൺസിഡർ ചെയ്യുക. രണ്ട് ട്രയാങ്കിളും രണ്ടാമത്തെ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതുവഴി ആംഗിൾ എ തന്നിട്ടുണ്ടായിരുന്നു, ആംഗിൾ ബി കിട്ടി. ആംഗിൾ എയും ബിയും കിട്ടിയപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഇസ് 180 എന്ന് പറയുന്ന റൂൾ വെച്ചിട്ട് നമ്മൾ ആംഗിൾ സിയും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇനി ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. In the figure below, the lines AB and CD are parallel and M is the midpoint of AB. Compute the angles of triangle AMD, triangle MBC and triangle DCM. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് വേഗം നോക്കുമ്പോൾ ഒരു 3 ട്രയാങ്കിൾസും കാണുന്നുണ്ട്. ഈ ട്രയാങ്കിൾസിൻ്റെ ഫുൾ ആംഗിൾസ് കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഫിഗറിനെ 2 സെക്ഷനാക്കി മാറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് 2 പാർട്ടുകളാക്കി മാറ്റുന്നത്. ഈ ഫിഗറിൽ വെച്ച് തന്നെ പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് പാർട്ടിനെ ദേ ഒന്ന് ചെറുതാക്കി നമുക്കിവിടെ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്. ഓക്കെ, ഇതില് ഇത് 40 ഡിഗ്രി, ഇത് 60 ഡിഗ്രിയാണ്. ഇവിടെ ശരിക്കും ഈ ലൈന് വരുന്നുണ്ട്. ഈ ഒരു ലൈൻ ഇവിടെ വരും, ഈ ലൈന് ഇവിടെയും വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. ഇങ്ങനെ മാത്രം. അതായത് ഇത് ഫസ്റ്റ് പാർട്ടായി കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇത് ഇതാണ്. ഈ ഒരു പാർട്ട് ആണ് ഫസ്റ്റ് സെക്കൻഡ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ബാക്കിയുള്ള പാർട്ട്. ഓക്കെ, ദിസ് ഇസ് AMDC, ദിസ് ഇസ് MBDC. മനസ്സിലായല്ലോ? ഇനി ഫസ്റ്റ് ഒരു പാർട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് എന്താണ് പാരലലോഗ്രാം? ഒരുപാട് തവണ നമ്മൾ പഠിച്ചും പറഞ്ഞും കഴിഞ്ഞ പാർട്ടാണ്. എന്താണ് പാരലൽ എന്ന് പറയുന്ന ഒരു പാരലലോഗ്രാം ആവാൻ നമുക്കുള്ള കണ്ടീഷൻ എന്താണ്? പാരലലോഗ്രാമുള്ള കണ്ടീഷൻ ഒന്ന് എന്താവണം? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആവണം അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആവണം. പിന്നെ ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആവണം. മൂന്നാമത്തത് എന്താ? അങ്ങനെ ആവുമ്പോ ഓപ്പോസിറ്റ് ആംഗിളും ഈക്വൽ ആവണം. ഇങ്ങനെ ഓപ്പോസിറ്റ്ലിയുള്ള സൈഡ് ആയിക്കോട്ടെ ആംഗിൾ ആയിക്കോട്ടെ അവ ഈക്വലും പാരലലും ആവുമ്പോഴാണ് നമ്മൾ ഒരു ക്വാഡ്രിലാറ്ററലിനെ പാരലലോഗ്രാം ആണ് എന്ന് പറയുന്നത് അല്ലെ? ഇവിടെ നമുക്ക് DC എന്ന് പറയുന്നതിന്റെ സൈഡ് ഓൾറെഡി തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ ആണ് അല്ലേ? ഇനി
താഴെയുള്ളതിന്റെ എ ടു ബി ഉള്ള ലെങ്ത് നമുക്ക് 12 സെന്റിമീറ്റർ ആണ് തന്നിട്ടില്ലേ? അങ്ങനെയാവുമ്പോ എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ് ആണ്. എം ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ബി എന്ന് പറയുമ്പോൾ നമ്മൾ 12 സെന്റിമീറ്റർ എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്യുന്നു. എങ്ങനെയായിട്ട്? 6 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഒരു സൈഡ് ഓൾറെഡി 6 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തെ സൈഡ് 12 സെന്റിമീറ്റർ ആണ്. മിഡ് പോയിന്റ് ആണ് എം എന്ന് പറയുമ്പോൾ എ എം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ട്രയാങ്കിളിന്റെ ഭാഗമായതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാരലോഗ്രാമിന്റെ ഭാഗമായതുകൊണ്ട്, ക്വാഡ്രിലേറ്ററൽ എന്ന് പറയാം, പാരലോഗ്രാം ആണെന്ന് നമുക്ക് ആദ്യം തെളിയണം. ഭാഗമായതുകൊണ്ട് 6 സെന്റിമീറ്റർ ആയി മാറും. 12 സെന്റിമീറ്ററിന്റെ പകുതി 6 സെന്റിമീറ്റർ. അപ്പൊ എന്തായി മാറി? മുകളിലും താഴെയും 6 സെന്റിമീറ്റർ ആണെന്ന് ക്ലിയർ ആയി. ഇനി മറ്റൊരു കാര്യം എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? ഒന്നാമത്തെ നമ്മൾ സൈഡ് ഈക്വൽ ആവണം. ആ കണ്ടീഷൻ ശരിയായി അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആവണം. അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. പാരലൽ ആണ്. സ്വാഭാവികമായും രണ്ട് കണ്ടീഷൻസും ഓക്കെ ആവുമ്പോൾ മൂന്നാമത്തെ ആയിട്ടുള്ള കണ്ടീഷൻ ക്ലിയർ ആണല്ലോ. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവും. അങ്ങനെ ആവുമ്പോ ഒരു ആംഗിൾ നമുക്ക് 40 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റേ ആംഗിൾ എത്ര തന്നെയായിരിക്കും? 40 ഡിഗ്രി അല്ലേ? സംശയമുണ്ടോ? ഇല്ലാലോ? ഓക്കെ. അപ്പോൾ 40 ഡിഗ്രി ആണ്. 40 ഡിഗ്രി ആണെന്ന് നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടി. ദാറ്റ് ഇസ് ഓൾറെഡി ഒരു 80 ഡിഗ്രിയുടെ കാര്യം ക്ലിയർ ആയി. ഇനി അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? 40 ഡിഗ്രിയാണ്, 40 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ എത്ര കിട്ടി നമുക്ക്? 40 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ തന്നെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പാർട്ടിനെയും നമുക്ക് കൺസിഡർ ചെയ്തൂടെ? എങ്ങനെ കൺസിഡർ ചെയ്യാം? ഈ ഒരു പാർട്ടിൽ നോക്കൂ, ഇവിടെയും ഡി സി എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. ബി എം എന്ന് പറയുന്നതും 12ന്റെ സെക്കൻഡ് പാർട്ടാണ്. 12 സെന്റിമീറ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് 6 സെന്റിമീറ്റർ. ഓൾറെഡി ഇത് 6 സെന്റിമീറ്റർ ആയി. അപ്പൊ ഇത് എത്ര തന്നെയാണ്? 6 സെന്റിമീറ്റർ തന്നെയാണ്. അപ്പൊ ഇതും 6 സെന്റിമീറ്റർ ആയി. അപ്പം ഓപ്പോസിറ്റ് സൈഡ് എന്തായി? ഈക്വൽ ആയി. 6 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ. വീണ്ടും ഈ റൂള് ഓക്കെ ആണ്. രണ്ടാമത്തത് എന്താ പറയണത്? ഓപ്പോസിറ്റ് സൈഡുകൾ പാരലൽ ആവണം എന്ന് പറയുന്നു അല്ലെ? ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആവണം എന്ന് പറയുന്നു. ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആണെന്ന് നമുക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടാമതും ആ റൂളും ഓക്കെ ആയി. ഇനി മൂന്നാമത് എന്താണ്? ഇങ്ങനെ ഈ രണ്ട് റൂളും ഓക്കെ ആവുമ്പോൾ മൂന്നാമത്തെ റൂളും ശരിയല്ലേ? മൂന്നാമത്തെ റൂൾ അങ്ങനെ തന്നെയാണ്. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവുന്നു. അപ്പൊ ബി എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ് 60 ഡിഗ്രി. Therefore ആംഗിൾ ഡി ഈസ് ഓൾസോ 60 ഡിഗ്രി. ക്ലിയർ ആണല്ലോ? സെയിം റൂളാണ്. ഫസ്റ്റ് കൺസിഡർ ചെയ്ത പാരലലോഗ്രാമിനും സെക്കൻഡ് കൺസിഡർ ചെയ്ത പാരലലോഗ്രാമിനും സെയിം റൂളാണ് ഉപയോഗിച്ചത്. അതുവഴി നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 40 ആവുമ്പോൾ ഇവിടെയും 40 ആണെന്നും ഇവിടെ 40 ആവുമ്പോൾ ഈ ഒരു ആംഗിളും 40 ആണെന്ന് കിട്ടി. 60 ഡിഗ്രി. ഓക്കെ. ഇനി നിങ്ങളൊന്ന് നോക്കി നോക്കൂ. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ പാർട്ട് മായ്ക്കുവാണ്. ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമുക്ക് ആ ഒരു ആംഗിൾ, ആ ഒരു ട്രയാംഗിളിനെ കൺസിഡർ ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് ഡി സി എം എന്ന് പറയുന്ന ട്രയാംഗിളിനെ ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കിയേ. നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. ഡി സി എം എന്ന് പറയുന്ന ട്രയാംഗിളിന്റെ 3 ആംഗിൾസും കണ്ടുപിടിക്കാനുണ്ട്. അതിൽ ഓൾറെഡി ആംഗിൾ ഡി കിട്ടിയിട്ടുണ്ട്, ആംഗിൾ സി കിട്ടിയിട്ടുണ്ട്. ആംഗിൾ ഡി എന്ന് കറക്റ്റ് ആയി പറയാൻ പറ്റില്ല, കാരണം ആംഗിൾ ഡി ഇതിനുള്ളിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് 3 ആംഗിൾസിനെ ഒന്ന് ആദ്യം എഴുതാം. എങ്ങനെയാ വരാ? ആംഗിൾ സി ഡി എം, ആംഗിൾ സി ഡി എം പ്ലസ് ആംഗിൾ ഡി സി എം പ്ലസ് ആംഗിൾ സി എം ഡി ഈക്വൽ ടു എന്താവണം? 180 ഡിഗ്രി. ഇതിങ്ങനെ വേർതിരിച്ചെഴുതാൻ കാരണം ഡിയും സിയും ആംഗിൾ ഫുൾ ആവണമെങ്കിൽ ഇതും കൂടി വരണം. വേണ്ടേ? അതുപോലെ ഇതും കൂടി വരണം. അതുകൊണ്ട് ഈ ഒരു ചെറിയ ട്രയാംഗിളിനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ആംഗിൾ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സി ഡി എം ആണ്. അതുപോലെ ഡി സി എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി സി എം ആണ്. അതുപോലെ സി എം ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി എം ഡി ആണ്. അങ്ങനെയാണ് 3 ആംഗിൾസ് കിട്ടുന്നത് അല്ലെ? സി ഡി എം എത്രയാ? സി ഡി എം എത്രയാണ്? 60 ഡിഗ്രി. അപ്പൊ ആ 60 ഡിഗ്രി എഴുതി കൊടുക്കുക. പ്ലസ് ഡി സി എം എത്രയാ? ഡി സി എം 40 ഡിഗ്രി. ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആംഗിൾ സി എം ഡി അറിയില്ല അല്ലെ? ആംഗിൾ സി എം ഡി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ദാറ്റ് ഈസ് ആംഗിൾ സി എം ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ദാറ്റ് ഈസ് ഇവിടെ 100 ഡിഗ്രി ആവുന്നു. പ്ലസ്
ആംഗിൾ CMD equal to 180 degree, that is angle CMD equal to 180 degree minus 100 degree, that is equal to 80 degree. ആംഗിൾ CMD കൂടി കിട്ടി. അപ്പോ ട്രയാങ്കിൾ DCMന്റെ 3 ആംഗിൾസും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ട്രയാങ്കിളിനെ കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് കിട്ടിയ ആംഗിൾ എത്രയാണ്? 80 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്കൊരു കാര്യം ചെയ്യണം. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ പ്രോബ്ലത്തിൽ എവിടെയും നമ്മൾ ഉപയോഗിച്ചതാണ്, 2 പാരലൽ ലൈൻസ്. ഈ പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തിട്ട് ഒരു ആംഗിൾ പോവുകയാണെങ്കിൽ, അല്ല ഒരു ലൈൻ പോവുകയാണെങ്കിൽ, ഈ 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ പോവുകയാണെങ്കിൽ ആ ലൈനിലെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് ആ ലൈന് കാണണമെങ്കിൽ ഇവിടുത്തെ പാരലൽ ലൈൻസിന്റെ ഇങ്ങനെ വന്നു അല്ലെ. ഇവിടുത്തെ പാരലൽ ലൈൻസ് നമ്മൾ ഇങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന പാരലൽ ലൈൻസ് ADCM എന്ന് പറയുന്ന 2 ലൈൻസ് എടുക്കുക. ഏതൊക്കെയാണ്? ADയും CMഉം. ഇത് AD ആണെന്ന് വിചാരിക്കും, AD, ഇത് CM ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാവുമ്പോ ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? CM അല്ലെ. ഇതിലൂടെ ഒരു ലൈൻ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് പോയല്ലോ. നോക്കൂ, ഇതിലൂടെ കട്ട് ചെയ്ത് പോയ ലൈൻ ഇത്. ഇവിടുത്തെ ആംഗിളും ഈക്വൽ ആവണ്ടേ? വേണ്ടേ? അങ്ങനെ ആവുമ്പോ ആംഗിൾ എയിലെ 40 ഡിഗ്രി ഈസ് ഈക്വൽ ടു ആംഗിൾ എമ്മിലെ ഈ ഒരു പാർട്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. സംശയമുണ്ടോ? ദേ ഈ ലൈൻ എന്ന് ഡാർക്കൺ ചെയ്ത് കാണിച്ചു തരാം. ഈ 2 ലൈൻസുമാണ് നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് പറയുന്നത്. അതിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനാണ് ഇതേ ഇത്. അപ്പൊ സ്വാഭാവികമായും ഈ ഒരു ആംഗിളും എന്താവണം? ഈക്വൽ ആവണം. അത് തന്നെയാണ് നമ്മൾ ചെയ്തത്. പാരലൽ ലൈൻസ് ആണെന്ന് ഓൾറെഡി നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ് അല്ലെ. അങ്ങനെ ആവുമ്പോ നമുക്ക് ഏത് ആംഗിൾ കൂടി കിട്ടി? ഈ ഒരു ആംഗിൾ കൂടി കിട്ടിയല്ലോ. ഇനി ഒന്ന് നോക്കിയേ, ട്രയാങ്കിൾ MBC, അതായത് മൂന്നാമത് കിടക്കുന്ന ട്രയാങ്കിളിൽ ഒന്ന് നോക്കി നോക്കിയേ. അവിടെ നമുക്ക് 2 ഭാഗം കിട്ടി, 2 ആംഗിളുകൾ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുൻപത്തെ പ്രോബ്ലത്തിലൊക്കെ നമ്മൾ മുൻപ് പഠിച്ചൊരു കാര്യമുണ്ട്. എന്താണ്? പാരലൽ ലൈൻസിന് കട്ട് ചെയ്തിട്ട് ഒരു ലൈന് പോവുകയാണെങ്കിൽ, അതായത് ഇപ്പോ 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്തിട്ട് ഒരു ലൈൻ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ഈ 2 ആംഗിൾ, അതായത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളുകൾ, അതായത് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആംഗിളുകൾ എല്ലാം തന്നെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടെയുള്ള കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണ് അല്ലെ. ഈ ഒരു രീതി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ കൊടുക്കാൻ പറ്റും. എവിടെയാണ്? AD എന്ന് പറയുന്ന ഒരു ലൈനും, ഞാൻ ഡാർക്കൺ ചെയ്തിട്ടുണ്ട് അവിടെ, CM എന്ന് പറയുന്ന ഒരു ലൈനും, ഇതാണ് 2 നമ്മുടെ പാരലൽ ലൈൻസ് എന്ന് വിചാരിക്കാം. ഏതൊക്കെ? ADCM അല്ലെ. നോക്കിയേ, ഈ ഒരു ആംഗിൾ ആണ് ഈ ആംഗിൾ അല്ലേ, ദാറ്റ് ഈസ് 40 ഡിഗ്രി. അങ്ങനെ ആവുമ്പോ കറസ്പോണ്ടിങ് ആയി ഈ ലൈൻ കട്ട് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, അതായത് ഇത് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതും 40 ഡിഗ്രി ആയിരിക്കും. ആ രീതിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 40 ഡിഗ്രി അല്ലെ. രണ്ടും 40 ഡിഗ്രി. അതായത് 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് പോകുന്ന ലൈനിൽ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളുകൾ ഈക്വൽ ആയിരിക്കും. ആ ഒരു റൂളാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി ഇതുവഴി നോക്കുമ്പോ ആ ട്രയാങ്കിൾ ഒന്ന് നോക്കൂ, മൂന്നാമത്തെ ട്രയാങ്കിൾ ഒന്ന് നോക്കൂ. MBC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 2 ആംഗിളുകളും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി മൂന്നാമത്തത് കാണാൻ സെയിം ഈ ഒരു പ്രോസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മൂന്നാമത്തതും കണ്ടുകൂടെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രയാങ്കിൾ കൺസിഡർ, ഏത് ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തു? MBC എന്ന് പറയുന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവയുടെ 3 ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ വേണം നമ്മൾ എഴുതാനായിട്ട്. അതായത് എഴുതുമ്പോ നീട്ടിയിട്ട് എഴുതാം. അതായത് ആംഗിൾ M, ആംഗിൾ B എന്നിടാതെ, ആംഗിൾ C എന്നിടാതെ ഒന്ന് നീട്ടി എഴുതാം. B എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാം, വലിയ പ്രശ്നമില്ല. കാരണം B എന്ന് പറയുന്നത് കോമൺ ആയ ഒരു സൈഡിന് മാത്രമേ ഉള്ളൂ. ആംഗിൾ B പ്ലസ് ആംഗിൾ BMC പ്ലസ് ആംഗിൾ CMB അല്ല CMBC.
MCB അങ്ങനെ വരാം കേട്ടോ. ആംഗിൾ ബി പ്ലസ് ആംഗിൾ BMC പ്ലസ് ആംഗിൾ MCB. അപ്പോ ആംഗിൾ എം ആയി, ആംഗിൾ സി ആയി, ആംഗിൾ ബിയുമായി. ആംഗിൾ ബി എത്രയാണ്? 60 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ BMC എന്ന് പറയുന്നത് എത്രയാണ്? 40 ഡിഗ്രി ആണ്. പ്ലസ് ആംഗിൾ MCB എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, അതിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി ആണ്. സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാംഗിൾ ഇസ് 180 എന്നുള്ള റൂൾ പ്രകാരം ദാറ്റ് ഈസ് ആംഗിൾ MCB ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100 ഡിഗ്രി ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഏത് കൂടി കിട്ടി? ഇതും എന്ത് തന്നെയാണ്? 80 ഡിഗ്രി. ഇനി നമുക്ക് ഏതിന്റെ കിട്ടണ്ടേ? ഫസ്റ്റ് ട്രയാങ്കിളിന്റെ കിട്ടണം. അതായത് ട്രയാങ്കിൾ AMDയുടെ നമുക്ക് കിട്ടണം. എന്താണ് ഇതുപോലത്തെ ഒരു വഴി അതിലുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ട് അല്ലേ? അതായത് സെയിം റൂള് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. 2 റൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ റൂള് സെയിം റൂൾ, പാരലൽ ലൈൻസിനെ കട്ട് ചെയ്ത് വരുന്ന ലൈൻ ഉണ്ടാക്കുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ് എന്നൊരു റൂൾ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ ലീനിയർ പെയർ എന്ന് പറയുന്ന റൂൾ. എന്താണ് ലീനിയർ പെയർ എന്ന് പറഞ്ഞാല്? ഒരു ലൈനെ നമ്മളിത് ഇങ്ങനെ കൊണ്ടുവന്നാൽ പോട്ടെ, ഈ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി. ദാറ്റ് ഈസ് ദ ആംഗിൾസ് ആർ സപ്ലിമെന്ററി. എന്താണ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180 ഡിഗ്രി ആണ്. അതിന് ഈ ഒരു ലൈനിന് എത്ര ലൈൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും, ഒരേ പോയിന്റിലേക്ക് എത്ര ലൈൻ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഫുൾ ഉണ്ടാക്കുന്ന ആംഗിളുകൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അത് യൂസ് ചെയ്തിട്ടും നമുക്ക് ഇവിടെ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. മാത്സ് എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു വഴി മാത്രമല്ല, പല വഴികളും ഉണ്ടായിരിക്കും. അപ്പൊ ഒന്നുകിൽ നമുക്ക് 80 പ്ലസ് 40 എന്ന് പറഞ്ഞിട്ട് 180 ഡിഗ്രിയിൽ നിന്നും 80 പ്ലസ് 40 മൈനസ് ചെയ്യാം. അതല്ലെങ്കിൽ സെയിം റൂൾ, അതായത് നമ്മൾ നേരത്തെ കണ്ട പാരലൽ ലൈൻസിന്റെ സെയിം റൂൾ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഈ 2 ലൈൻസിനെ നോക്കുക. ഈ 2 ലൈൻസിനെയും കട്ട് ചെയ്ത് പോകുന്ന ആംഗിൾ ഇതാണെങ്കിൽ ഈ ഒരു ആംഗിളും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് 60 ഡിഗ്രി. ദിസ് ഇസ് ഓൾസോ 60 ഡിഗ്രി അല്ലെ? ആ ഒരു റൂള് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആംഗിൾ ബി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആവുമ്പോൾ ഈ ഒരു ആംഗിൾ DMA അല്ലെങ്കിൽ AMD എന്ന് പറയുന്ന ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? 60 ഡിഗ്രി തന്നെ ആയിരിക്കും. അത് എങ്ങനെ എഴുതി കൊടുക്കാം? ആംഗിൾ ബി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഈ ഒരു ആംഗിൾ, അതായത് ആംഗിൾ DMA അല്ലെങ്കിൽ AMD ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. കാരണം എന്താണ് റീസണ്? എപ്പോഴാണോ 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുന്നത് അവയുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. ആ കാരണത്താൽ ഇവ ഈക്വൽ ആണ്, 60 ഡിഗ്രി ആണ്. ഇനി നോക്കിയേ, AMD എന്ന് പറയുന്ന ട്രയാംഗിൾ ഫില്ലായോ? ട്രയാംഗിൾ AMD ഈക്വൽ ടു ആ ട്രയാംഗിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോ എങ്ങനെ ചെയ്യാം? 3 ആംഗിൾസിനെ കൺസിഡർ ചെയ്യാം. ആംഗിൾ A ഒന്നിന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ആംഗിൾ A പ്ലസ് ആംഗിൾ AMD പ്ലസ് ആംഗിൾ ADM ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ A എത്രയാണ്? 40 ഡിഗ്രി പ്ലസ് AMD എത്രയാണ്? 60 ഡിഗ്രി പ്ലസ് ഈ ഒരു ആംഗിൾ നമുക്ക് അറിയില്ല, ഈക്വൽ ടു 180 ഡിഗ്രി. അങ്ങനെ ആവുമ്പോൾ ആംഗിൾ ADM ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് എത്ര വരും? 100 ഡിഗ്രി. ദാറ്റ് ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഇത് തന്നെയായിരുന്നല്ലോ നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? കമ്പ്യൂട്ട് ദ ആംഗിൾസ് ഓഫ് AMD, MBC ആൻഡ് DCM. ഫസ്റ്റ് നമ്മൾ ട്രയാംഗിൾ DCM കാൽക്കുലേറ്റ് ചെയ്തു. ദാറ്റ് ഇസ് ട്രയാംഗിൾ DCM കഴിഞ്ഞു. ദെൻ MBC ആണ് കൺസിഡർ ചെയ്ത്, അവയുടെ ആംഗിൾസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. ദെൻ AMD. ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള 3 ട്രയാംഗിൾസിന്റെയും ആംഗിളുകൾ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞു? കമ്പ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? വളരെ എളുപ്പമാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കണ്ടു നോക്കുക, അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാകും. ഓക്കെ, ഇനി ഇതിൽ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, മറ്റൊരു സബ് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഇതാണ് ഇതിലെ സബ് ക്വസ്റ്റ്യൻ. What is the special about the quadrilateral AMCD and MPCD? എന്താണ് ഇതിലെ AMCD and MPCD എന്ന് പറയുന്ന 2 ക്വാഡ്രിലാറ്ററലുകളുടെ പ്രത്യേകത? എന്ത് പ്രത്യേകതയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഏതാ 2 ട്രയാംഗിളിനെ പറയുന്നത്? AMCD and BMCD. ഈ 2 ക്വാഡ്രിലാറ്ററലുകളുടെ പ്രത്യേകത എന്താണെന്നാണ് ചോദിച്ചത്. എന്താണ്? നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തതിൽ നിന്ന് തന്നെ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബോത്ത് ദീസ്
Quadrilaterals are parallelogram. അല്ലേ? AMCD കൺസിഡർ ചെയ്യൂ. AMCD എന്താണ്? ഒരു പാരലലോഗ്രാം ആവാനുള്ള കണ്ടീഷൻ എന്താ? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയിരിക്കണം. അല്ലെ? അതാണല്ലോ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് 6ഉം ഇത് 6ഉം ഇത് 6ഉം ആണ്. ടോട്ടലാ തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ മിഡ് പോയിന്റ് M ആണെന്ന് തന്നിട്ടുണ്ട്. അല്ലെ? അപ്പോ 6 ഇതും 6 ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയില്ലേ? ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് മാത്രം പാരലലോഗ്രാം ആവില്ല. എന്തുകൂടി ആവണം? സെക്കൻഡ് റൂൾ ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡുകൾ എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. പാരലൽ ആയിരിക്കണം. അങ്ങനെ കൂടി ആയെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് ഒരു പാരലലോഗ്രാം ആണ് എന്ന്. ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. AB എന്ന് പറയുന്ന ലൈനും DC എന്ന് പറയുന്ന ലൈനും പാരലൽ ആണ്. AB എന്ന് പറയുന്ന ലൈനും DC എന്ന് പറയുന്ന ലൈനും പാരലൽ ആവുമ്പോൾ AB പാരലൽ ആണെങ്കിൽ തീർച്ചയായും AM ഉം പാരലൽ ആവും. കാരണം M is the midpoint of the line AB. അല്ലെ? അപ്പം ഓപ്പോസിറ്റ് സൈഡും ഈക്വൽ ആണ്. 6 6 ഓപ്പോസിറ്റ് ലൈനും പാരലൽ ആണെങ്കിൽ, ഓപ്പോസിറ്റ് സൈഡ് പാരലലുമാണെങ്കിൽ ഇതൊരു പാരലലോഗ്രാം ആണ്. അല്ലേ? ഈ സൈഡ് ഈക്വൽ ആവുമ്പോൾ ഈ രണ്ട് സൈഡും ഈക്വൽ ആവുന്നു. ഇത് രണ്ടും പാരലൽ ആവുന്നു. ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആവുന്നു. ഓക്കെ, രണ്ട് കണ്ടീഷനും ലവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഒബേ ചെയ്യുന്നു എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു പാരലലോഗ്രാം ആണ്. സെയിം റൂൾസ് തന്നെ സെക്കൻഡ് ക്വാഡ്രിലേറ്ററിലും ഒബേ ചെയ്യുന്നുണ്ട്. അതായത് MBCD ഒബേ ചെയ്യുന്നില്ലേ? ഇതും 6 ആണ്, ഇതും 6 ആണ്. അവ പാരലലുമാണ്. കാരണം MB എന്ന് പറയുന്നത് ഇസ് എ പാർട്ട് ഓഫ് AB. അപ്പം അത് പാരലലാണ്. പാരലൽ സൈഡും ആണ്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും ആവുമ്പോൾ ഇതും എന്തായിരിക്കും? പാരലലോഗ്രാം തന്നെയായിരിക്കും. ഓപ്പോസിറ്റ് സൈഡ് ഈക്വലും ഓപ്പോസിറ്റ് സൈഡ് പാരലലും ആവുമ്പോൾ തീർച്ചയായിട്ടും അവ ഉണ്ടാക്കുന്ന ക്വാഡ്രിലേറ്ററൽ എന്ന് പറയുന്നത് പാരലലോഗ്രാം ആയിരിക്കും. അല്ലെ? ഇനി ഇവിടെ നമുക്ക് എന്താണ് നമ്മളോട് ചോദിച്ചത്? എന്താണ് സ്പെഷ്യാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ദ ക്വാഡ്രിലേറ്ററൽ, അല്ലെ? ക്വാഡ്രിലേറ്ററൽ AMCD ആൻഡ് ക്വാഡ്രിലേറ്ററൽ BMCD ആർ പാരലലോഗ്രാംസ്. ഇതാണ് നമുക്ക് ഇതിൽ പറയാനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. പ്രൂവ് ചെയ്തത് എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനായിട്ട് അത് വന്നിരിക്കുന്നു. അതിൽ നമ്മൾ പ്രൂവ് ചെയ്തതാണ് അവ പാരലലോഗ്രാം ആണ് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെങ്കിലും വളരെ സിമ്പിൾ ആണ്. കാരണം എന്താ? എല്ലാത്തും കിട്ടുന്നത് 80, 40, 60 തന്നെയാണ്. തമ്മിലൊന്ന് റിലേറ്റ് ചെയ്യാനുണ്ടെന്ന് മാത്രമാണ്. ഒന്ന് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഒന്ന് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് അടുത്തൊരു പാർട്ടായിട്ടുള്ള 1 സൈഡ് ആൻഡ് 2 ആംഗിൾസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.